ഹലോ വെൽക്കം. അപ്പോൾ ഒരുപാടായില്ലേ ഞാനിങ്ങനെ ഒരു വ്ളോഗ് എടുത്തിട്ട്. എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എപ്പോഴും എനിക്ക് കമൻറ്റ്സ് ചെയ്യാൻ കാണാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ കമൻറ്റ്സ് ചെയ്യാൻ കാണാറുണ്ട്, എന്താണ് ഡെയിലി വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ വലിയ കാരണത്താലൊന്നുമല്ല, പക്ഷേ ചെറിയ കാരണം കൊണ്ടാണ്. പക്ഷേ ആ ഒരു ചെറിയൊരു റീസൺ കൊണ്ട് പോലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് ഗൈസ്, അതാണ് സത്യം. മെയിനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറ് തിരൂർ പോകുമ്പോഴാണ്. അപ്പോൾ തിരൂർ പോയി കഴിഞ്ഞാൽ ആണെങ്കിൽ എനിക്ക് ലോങ് വീഡിയോ ഇടാനും പറ്റില്ല, കാരണം അവിടെ വൈഫൈ ഇല്ല. അപ്പം ഇന്ന് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഊഹ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുൻപായിട്ട് ഒരു 2 or 3 വീക്ക് മുമ്പ് ഞാൻ Q&Aൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കമൻറ്റ്സ് വന്നു, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. ഇൻസ്റ്റഗ്രാമിൽ ഞാനത് പോസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ പോസ്റ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും Q&A ആണെന്നുള്ളത് മനസ്സിലായില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. ഒരു 10-15 ക്വസ്റ്റ്യൻസേ വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ദിവസം അത് ചെയ്യാതെ ഇങ്ങനെ ബാക്കിലോട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ വിചാരിക്കുന്നു അത് ചെയ്യണം, എന്താ പറയുക, അതിങ്ങനെ ചെയ്യണം വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കാലാവസ്ഥ അതിനനുയോജ്യമായില്ല ഗൈസ്. പെരും മഴയായിരുന്നു ഇവിടെ. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം ഇപ്പോഴും ടെറസിൽ നിന്ന് വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ അങ്ങ് മൂഡ് പോയി, നമ്മൾ എടുക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. പക്ഷേ ഇപ്പോൾ മോളെയൊക്കെ ഉറക്കി സെറ്റ് ചെയ്യപ്പോൾ ടൈം ഇവിടെ ഏകദേശമല്ല 4:46, 4:45 ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം ആ ടൈമിനാണ് ഇവിടെ ലൈറ്റ് കൂടുതൽ, നമുക്ക് ക്ലിയറും കാര്യങ്ങളൊക്കെ കിട്ടുക ടൈമിനാണ്. ഇപ്പോഴും മൂടി കെട്ടിയൊക്കെ നിൽക്കുകയാണ്. പക്ഷേ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ, ഇനി ചിലപ്പോൾ അതൊരു മാസമാവും, അങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അതെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഇട്ട Q&Aൻ്റെ പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട്. ടച്ചൊക്കെ വിട്ടുപോയി. ഇപ്പോൾ ഷോർട്സ് മാത്രമല്ലേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ടച്ചൊക്കെ ആകെ വിട്ടുപോയിട്ടുണ്ട്. ഒരു അന്തം കൊന്തമില്ലാതെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് സെറ്റാക്കി എടുക്കാം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഡെയിലി ഒരു വ്ളോഗെങ്കിലും ഇടണം എന്നുള്ളത്. പക്ഷെ നടക്കില്ല, കാരണം 101% ഉറപ്പാണ് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. അത് ഇപ്പോൾ തന്നെ 3.5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു എത്തും പിടിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. എൻ്റെ പേരെന്താണ്, ജോലി എന്താണ്, അതുപോലെ തന്നെ എവിടെയാണ് സ്ഥലം, ഏജ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിന് ഞാൻ മുമ്പൊരു Q&A പാർട്ട് 2 ആണ്. ആ പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. പേര് അമൃത രഞ്ജിത്ത്, അതുതന്നെയാണ് നമ്മുടെ ചാനലിൻ്റെയും പേര്. പിന്നെ എൻ്റെ വീട് തിരൂരാണ്. ഇപ്പം ഞാൻ വണ്ടൂരുകാരിയാണ്. പിന്നെ എന്താ പറയുക, പിന്നെന്താ ഏജ് എന്താ പറയുക, ഏജ് പറയുമ്പോഴാണ് കുറച്ച് ഞാൻ ബാക്കി കേൾക്കുന്നത്. 23 ആണ്, റണ്ണിങ് ആണ്. ഇപ്പോൾ ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും 24 ആവും, കറക്റ്റ് ആവും. ഞാൻ 2001 ആണ്, 2021 ആണെന്ന്, സോറി കേട്ടോ, 2001 ആണ് എൻ്റെ ഇയർ വരുന്നത്. അതെ ഗൈസ്, ഞാൻ 2K കിഡാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കരമൊന്നുമില്ല കേട്ടോ, ഞാൻ പാവാണ്. അപ്പോൾ അത്രയ്ക്കാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് ചോദിക്കാറുണ്ട്. അതൊക്കെ കോമൺ ആയിട്ട് കഴിഞ്ഞ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളുടെ പേര് കഴിഞ്ഞതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റിയില്ല. മോളുടെ പേര് കൃതിക രഞ്ജിത്ത് എന്നാണ് കേട്ടോ. കീത്തു എന്ന് വിളിക്കും. കീത്തു എന്ന പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, കാരണം കീത്തു തന്നെയാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാൻ പോയത്, എൻ്റെ ബുക്ക് നോക്കൂ, കാണുന്നുണ്ടോ? എൻ്റെ മകളുടെ ലേറ്റ് അടിക്കുന്ന
എൻ്റെ മകളുടെ കലാവിരുതാണ് ഗൈസ്. ഇക്കോലാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും സാരമല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുതന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമുക്ക് ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ആയിട്ടായിരുന്നു Q&Aക്കുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടൊന്നും കൂടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂട്യൂബിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. യൂട്യൂബിൽ ഒരാളെ ഇട്ടിട്ടുള്ളൂ, പക്ഷേ ഒരാൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആതിര വ്ളോഗ്സാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് അറിയുന്ന ആളാട്ടോ, പേഴ്സണലി അറിയുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡ്രീം പ്ലേസാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രീം പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അത് ഇന്ന സ്ഥലമൊന്നുമില്ല, വിദേശ രാജ്യമായാൽ മതി, എവിടെയാണെങ്കിലും. അതിൻ്റെ അർത്ഥം ഇന്ത്യത്തെ സ്ഥലങ്ങൾ ഇഷ്ടമല്ല എന്നല്ല, ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയില്ല. ഒരിക്കലും പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് പാരീസ്, ലണ്ടൻ, എന്താ പറയുക, ഫ്ലോറിഡ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ സ്ഥലം വരുമ്പോൾ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ആ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ആശ്വാസത്തിന് ഞാനതങ്ങനെ കാണും ഗൈസ്. ഫ്ലോറിഡ, അതുപോലെ തന്നെ ബെലീസ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, സ്പെയിന്, പിന്നെ എവിടെ ഇപ്പം നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയില്ലേ, പുള്ളിക്കാരി പോയൊരു സ്ഥലമുണ്ടല്ലോ, മറന്നുപോയി ഗൈസ്. ഞാൻ വെറുതെ ചിന്തിച്ച് സ്ഥലം ഉണ്ടാക്കുന്നില്ല. അമേരിക്കയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് ഗൈസ്. നമ്മുടെ ഈ പടമില്ലേ, മറ്റേ അയ്യോ അത് മറന്നുപോയി. നമ്മുടെ ദുൽഖർ സൽമാൻ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു രാജ്യത്ത് വന്നിട്ട് എന്തൊക്കെയോ കാട്ടുമല്ലോ. എനിക്ക് കിട്ടണില്ല. അതുതന്നെയാണ് തോന്നുന്നു, ആ സ്ഥലം തന്നെയാണ് തോന്നുന്നു ഇപ്പോൾ പോയിട്ടുള്ളത്. ഓക്കെ, ആ സ്ഥലമൊക്കെ എനിക്ക് പോകാൻ ആഗ്രഹമുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, വിദേശ രാജ്യം ഏതായാലും എനിക്കിഷ്ടമാണ്. പിന്നെ ലവ് സ്റ്റോറി പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലവ് സ്റ്റോറി പറയാമെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ തയ്യാറാവണം. എനിക്ക് ആഗ്രഹമുണ്ട് രഞ്ജേട്ടൻ്റെ കൂടെ പറയണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. പുള്ളിക്കാരനാണ് അതിന് ബാക്കിലേക്ക് നിൽക്കുന്നത്. എപ്പോഴെങ്കിലും ആൾ തയ്യാറാവുമ്പോൾ ഞാൻ പറയാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ബേബി പ്ലാൻ ഇപ്പം എന്തായാലും ഇല്ല. ഇനി എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിളായിട്ട് മതി എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് പ്രഗ്നൻ്റ് ആയാൽ തന്നെ നമുക്ക് ഒരുപാട് ക്രെയിംസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അത് മേടിച്ച് കഴിക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഹസ്ബൻഡ് മേടിച്ച് തരില്ല, അതൊന്നുമല്ല. എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. പിന്നെ കീർത്തിമോള് കുഞ്ഞാണ്, കുറച്ചുകൂടെ ആളാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്. ഇനി എന്താണെന്നുള്ളത് എനിക്കറിയില്ല, ഒക്കെ നമ്മളെ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. അപ്പം അങ്ങനെ. പിന്നെ ഫേവറേറ്റ് ഫുഡ്, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. മെയിൻ പുറത്തത്തെ ഫുഡാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇനിയിപ്പോൾ ഒരു പുറത്ത് പോയിട്ട് ഒരു വെറും പച്ചച്ചോറ് മേടിച്ച് തന്നാലും എനിക്കിഷ്ടമാണ്. പുറത്തുനിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പുറത്തത്തെ ഏത് ഫുഡും എനിക്കിഷ്ടമാണ്. ഇന്ന ഫുഡ് എന്നൊന്നുമില്ല, എല്ലാ ഫുഡും എന്താ പറയുക, കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കഴിക്കാത്ത ഫുഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്ക് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല. മട്ടൻ ഇപ്പോൾ ഒരു വട്ടക്കായിട്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫുഡുകൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാ ഫുഡും, ചിക്കനിലാണെങ്കിലും ഇതിലാണെങ്കിലും ഒക്കെ എല്ലാം എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം. പിന്നെ എന്താ പറയുക, പിന്നെന്താ, മെയിനായിട്ട് അതാണ്. അത് ആ ഒരു കാര്യം, അതാണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവുക എന്നുള്ളത്. അതാണ് എൻ്റെ മെയിൻ പ്ലാന്. അത് കഴിഞ്ഞാൽ അതിൽ ഓക്കെ ആയാലേ എനിക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം എനിക്ക് വേറെ എന്ത് വേണം എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അല്ലാതെ ഫിനാൻഷ്യലി ഞാൻ ഓക്കെ അല്ലാതെ ഞാൻ ഇന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വേറെ ആഗ്രഹിക്കുകയല്ല, പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ പ്ലാനിങ് അവിടെ നടക്കുകയുള്ളൂ.
അപ്പോൾ ഫിനാൻഷ്യലി ഞാനൊന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രമേ എനിക്ക് വേറെ പ്ലാനിങ്ങുള്ളൂ. അപ്പോൾ മെയിൻ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അതാണ്. കാരണം ഇപ്പോഴത്തെ അറിയാലോ, നമ്മൾക്ക് 500 രൂപയായിട്ട് ടൗണിലോട്ട് പോയി കഴിഞ്ഞാൽ ആ 2-3 സാധനങ്ങളാണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയാണ്, അത്രയും സാധനങ്ങളൊക്കെ പെരും വിലയാണ്. അപ്പോൾ ഫിനാൻഷ്യലി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂവ് ഓൺ ആവണം, എന്നിട്ടേ വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആതിര ചേച്ചി ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇൻസ്റ്റഗ്രാമിലെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഞാനിങ്ങനെ ഇപ്പുറത്തേക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ, കൈ ഭയങ്കര വേദന. അപ്പോൾ ഇങ്ങോട്ടല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് അനുരാജ് GS എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും കുറച്ചേ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് ആ മിസ്റ്റേക്ക് പറ്റിയത്. ഞാൻ ഇട്ടത് Q&A ആണെന്നുള്ളത് ആൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഒന്ന് വിസ്തരിച്ചിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്ന് ഇടണം. അത് നമുക്കിനി പിന്നെ നോക്കാം. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ലവറുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഗൈസ്. ഞാനിവിടെ പറയുന്നില്ല അവൾക്ക്. പിന്നെ ബിൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്കറിയാം, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ് ആ ചേച്ചി എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്. ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് കൊണ്ടുണ്ടായ നേട്ടം. ലൈറ്റിൻ്റെ ഇവിടേക്ക് തന്നെ വെക്കേണ്ടി വരും, ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഭയങ്കര വേദന. യൂട്യൂബ് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് നേട്ടങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ലാസ്റ്റ് പോയൊരു 2 ഫംഗ്ഷനിലും എന്നെ ചോദിച്ചു, ഇങ്ങനെ യൂട്യൂബർ, കുറച്ച് പേര് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ യൂട്യൂബർ ആണല്ലേ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾ വന്നിട്ട് ഫോട്ടോ, ആ കുട്ടികളും അവരുടെ അമ്മയൊക്കെ വന്ന് ഫോട്ടോ എടുത്തു. പിന്നെ അതിന് മുമ്പ് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതെനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് 9K അടുത്തെങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ 9,000 പേരെങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ തിരിച്ചറിയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പം അതാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ ഫിനാൻഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല, മോണിറ്റൈസ് ആയിട്ടില്ല. എനിക്ക് പക്ഷേ യൂട്യൂബ് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ദൈവം സഹായിച്ച് അതിന് സാധിക്കട്ടെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി ഇത്തിരിയൊക്കെ എനിക്ക് ഇതായിട്ടുണ്ട്. നമ്മൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. യൂട്യൂബിൽ നിന്ന് നമുക്ക് അങ്ങനെയില്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത്, മോള് വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്നാണ്. ഇല്ല, കണ്ടില്ല, ഇപ്പോൾ തന്നെ ആൾ ഉറങ്ങി കിടക്കുകയാണ്. നീപ്പിക്കേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ മഴ ആയതുകൊണ്ട് അവളെ ഈവനിങ് വാക്കിനൊന്നും കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ, ആ ടൈം കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ ആൾ തീരെ സമ്മതിക്കില്ല കേട്ടോ. ഞാനിങ്ങനെ പ്രാങ്കൊക്കെ പ്ലാൻ ചെയ്യും, ഏട്ടനൊരു പ്രാങ്ക് കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യും. പ്രാങ്ക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾ ചൂടായാലൊക്കെ സീനാണ്. ഗീത്തു ചിലപ്പോൾ അവൾ പേടിക്കും. ഞങ്ങൾ തമാശയ്ക്ക് തന്നെ ഇങ്ങനെ വഴക്കിടുന്നതും അല്ലാതെ ഞങ്ങൾ ചെറിയ സൗന്ദര്യപ്പെടുന്നതും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അവളെ ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഏട്ടന് പ്രാങ്ക് ഒന്നും കൊടുക്കാത്തത് കേട്ടോ. എപ്പോഴേലൊക്കെ തക്കം കെട്ടിയ ഒരു പ്രാങ്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് എത്ര ഏജായി? അവൾക്ക് ഈ സെപ്റ്റംബർ 2 അവൾക്ക് ഈ ജൂലൈ വരുമ്പോൾ 3 വയസ്സ് കറക്റ്റാവും. പിന്നെ ഋത്തിക്ക് ചോദിച്ചു, പിന്നെ വേറെ ബിൻസി ചേച്ചി ചോദിച്ച ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. പിന്നെ ഋത്തിക്ക് ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ ബ്യൂട്ടി സീക്രട്ട്. എൻ്റെ കൂടെ പഠിച്ച ആളാണ്. നിന്നോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞ ഇതാണ് അവസ്ഥ. നമ്മൾ ഇങ്ങനെ Q&A കേട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസൊക്കെ ഇടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് കളിയാക്കി ഇങ്ങ് കൊല്ലും. അതാണ് അവസ്ഥ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ Q&A ആണ് ഇട്ടെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതെൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. ഞാൻ അങ്ങനെയാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ട് നമുക്കൊരു ഡീറ്റെയിൽ Q&A ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വല്ലപ്പോഴൊക്കെ ഒരു വ്ളോഗ് എടുത്തിടാം. ഇത്ര ഗ്യാപ്പ് എന്തായാലും ഇനി ഒരു വ്ളോഗിന് ഞാൻ വരുത്താതിരിക്കാൻ ഞാൻ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ സപ്പോർട്ട് മാത്രമല്ല, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. അപ്പോൾ
ബൈ സി യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലവ് യു ആൻഡ് ബൈ.